ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. തൗ ദൃഷ്ട്വാ മതിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിദം ജഗൗ. ആ ശ്രീനാരദ മഹർഷിയുടെ അതിയായ കാരുണ്യത്തെയാണ് ഈ ഒരു ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. തൗ ദൃഷ്ട്വ, തൗ എന്ന് പറഞ്ഞാൽ അവരെ, ആ കുബേരപുത്രന്മാരെ ദൃഷ്ട്വ കണ്ടിട്ട്, എങ്ങനെ? മതിരാമത്തൗ, മദ്യപാനത്താൽ തികച്ചും, മതിര എന്ന് പറഞ്ഞാൽ മദ്യം, മതിരാമത്തൗ മദ്യപാനത്താൽ തികച്ചും മതോന്മത്തരായി നിന്നിരുന്ന, കഴിഞ്ഞില്ല, ശ്രീമദാന്ധൗ, ശ്രീ എന്നാൽ ഐശ്വര്യം, ഐശ്വര്യം മൂലമുള്ള മതത്താൽ അന്ധരായി തീർന്നിരുന്ന അവരെ കണ്ടിട്ട്, സുരാത്മജൗ, സുരൻ ദേവൻ, സുരാത്മജൗ ദേവപുത്രന്മാരുമായിരിക്കുന്ന ആ രണ്ടുപേരെ കണ്ടിട്ട്, തയോരനുഗ്രഹാർത്ഥായ, തയോഹോ അനുഗ്രഹാർത്ഥായ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തയോരനുഗ്രഹാർത്ഥായ. തയോഹോ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും, അനുഗ്രഹാർത്ഥായ അനുഗ്രഹത്തിനായിക്കൊണ്ട്, ശാപം ദാസ്യന്നിദം ജഗൗ, ശാപം ശാപത്തെ, ദാസ്യന്നിദം ദാസ്യൻ ഇതം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദാസ്യന്നിദം. ദാസ്യൻ എന്ന് പറഞ്ഞാൽ, ദാസ്യൻ എന്ന് പറഞ്ഞാൽ ദാനം നൽകുക എന്നാണ്. ഇവിടെ ശാപം നൽകുന്നതിനായിക്കൊണ്ട്, ഇവിടെ എന്തുകൊണ്ടാണ് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത്? ദാനം ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൽക്കർമ്മമാണ്. അപ്പോൾ ഇവിടെ ശാപം നൽകുവാൻ ഒരുങ്ങുന്നത് പോലും ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ശാപം ദാസ്യന്നിദം, ഇതം എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ, ജഗൗ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ജഗൗ ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി ഈ രണ്ട് കുബേരപുത്രന്മാരെ, മദ്യത്താൽ മതോന്മത്തരായിരിക്കുന്ന, തൻ്റെ അഹങ്കാരത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് സദാ വമിച്ചുകൊണ്ടിരുന്ന ദേവപുത്രന്മാരായിട്ടുള്ള ഇവരെ ശാപം കൊണ്ടെങ്കിലും നേരെയാക്കണമെന്ന് ശ്രീ നാരദ മഹർഷിക്ക് തോന്നിയിട്ട് ഇപ്രകാരം പറഞ്ഞു. മദ്യപാനം കൊണ്ട് ഇവർക്ക് ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുകയാണ്. ഐശ്വര്യം അതിൻ്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുണ്ടായ അഹങ്കാരം, ധർമാധർമ്മങ്ങളെ, ന്യായാന്യായങ്ങളെ വിവേചിച്ചറിയുന്നതിനുള്ള സ്വബോധത്തെ തന്നെ കെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും താൻ ഒരു ശാപം കൊണ്ടെങ്കിലും ഇവരെ നേരെയാക്കണമെന്ന്, ഇവരുടെ ഉള്ളിലെ ഈ ദോഷത്തെയൊക്കെ കളഞ്ഞിട്ട് ലോകത്തിന് ഉപകാരിയായി മാറുന്ന വിധത്തിൽ ഭഗവത് ഭക്തരാക്കി തീർക്കണമെന്ന് ശ്രീ നാരദ മഹർഷി ചിന്തിച്ചിട്ടാവാം അവരെ ശപിക്കുന്നതിനായി ഇപ്രകാരം പറഞ്ഞു. ശാപം നൽകിയിട്ടെങ്കിലും ഇവരെ നന്നാക്കണമെന്ന് ശ്രീ നാരദ മഹർഷി നിശ്ചയിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തൗ ദൃഷ്ട്വാ മതിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിദം ജഗൗ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അവരെ രണ്ടുപേരെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഔ മാത്ര മുറയ്ക്ക് മിക്ക വാക്കുകളിലും കാണാം. തൗ മതിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ, ഇതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തയോരനുഗ്രഹാർത്ഥായ, തയോഹോ അനുഗ്രഹാർത്ഥായ ആണ്, അതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ ദാസ്യന്നിതം,
അവിടെ ദാസ്യൻ ഇതമാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാരദ മഹർഷി എന്താണ് പറഞ്ഞത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. 8ാമത്തെ ശ്ലോകം. നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ ശ്രീമദാദാഭിജാത്യാദിര്യത്ര സ്ത്രീദ്യൂതമാസവഃ. ഇവിടെ പറയാണ് നഹ്യന്യോ, ന ഹി അന്യ, ഇങ്ങനെ 3 അവിടെ ന എന്ന് പറഞ്ഞാൽ ഇല്ല, ഹ്യന്യ എന്ന് പറഞ്ഞാൽ ഹി അന്യഹ. ഹി എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുകയാണ്, ഇല്ല തന്നെ. എന്ത്? അന്യഹ, മറ്റൊന്ന് ഇല്ല തന്നെ. ജൂഷതോ ജോഷ്യാൻ, ജൂഷതഃ എന്ന് പറഞ്ഞാൽ സേവിക്കുന്നത്, അതാരാണോ ആ സേവിക്കുന്ന ആളിൻ്റെ അഥവാ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്ന ഒരാളിൻ്റെ, അത് ഒന്നുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. ജോഷ്യാൻ, ജോഷ്യാൻ എന്ന് പറഞ്ഞാൽ ഈ അവനവന് പ്രിയപ്പെട്ട വിഷയങ്ങളെയൊക്കെയും സേവിക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രം വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ, അങ്ങനെ അതിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കുന്ന ഒരുവൻ്റെ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ. ബുദ്ധിഭ്രംശഃ, ബുദ്ധിയെ നശിപ്പിക്കുന്ന, രജോ ഗുണഃ, രജോ ഗുണകാര്യമായിരിക്കുന്ന ശ്രീമദാദാഭിജാത്യാദിര്യത്ര, ശ്രീമദാത് ആഭിജാത്യാദിഹി യത്ര, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ശ്രീമദാദാഭിജാത്യാദിര്യത്ര. ശ്രീമദാത്, ശ്രീ ഐശ്വര്യം, ശ്രീമദാത് ഐശ്വര്യം കൊണ്ട് ഉണ്ടാകുന്ന മതത്തിനും മേലെയായിട്ട് ബുദ്ധിയെ നശിപ്പിക്കുന്നതായിട്ടുള്ള രജോഗുണ പ്രധാനമായിരിക്കുന്ന ആഭിജാത്യാദി, ആഭിജാത്യം ആദിയായിട്ടുള്ള മുതലായ യത്ര എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ സ്ത്രീദ്യൂതമാസവഃ, സ്ത്രീദ്യൂതം ആസവഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്ത്രീദ്യൂതമാസവഃ. സ്ത്രീയും ദ്യൂത എന്ന് പറഞ്ഞാൽ ചൂതുകളി, ചൂതുകളിയും ആസവഹ മദ്യപാനവും. അപ്പോൾ ഇവിടെ പറയുകയാണ് താങ്കൾക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരുവന്റെ അല്ലെങ്കിൽ ഒരുവന് ഈ ഐശ്വര്യ മതം പോലെ ബുദ്ധിഭ്രംശമുണ്ടാക്കുന്നതാണ് ആഭിജാത്യം ആദിയായിട്ടുള്ള ഗുണങ്ങൾ. അതിനും മീതെയായിട്ട് ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്നതാണ്. ഇത് രണ്ടും ചേരുമ്പോൾ, ഈ ആഭിജാത്യവും ഐശ്വര്യ മതവും കൂടി ചേരുമ്പോൾ അതിനും മീതെ ബുദ്ധിഭ്രംശം ഉണ്ടാക്കുന്നതാണ് സ്ത്രീയും ചൂതുകളിയും മദ്യപാനവും. ഇവിടെ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും അവരവരുടെ കഴിവിനനുസരിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ പോയി ആ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത് അവരവരുടെ ഉള്ളിലെ വാസനകൾക്കും സംസ്കാരത്തിനും അനുസരിച്ചാണ് എന്ന് മാത്രം. എത്ര ഐശ്വര്യമുണ്ടായാലും എത്ര സമ്പത്ത് കുമിഞ്ഞുകൂടിയാലും
ആധ്യാത്മികമായ ഒരു സംസ്കാരം ഉള്ളിലുള്ളവർക്ക് എപ്പോഴും സുഖം നൽകുന്നത്, അവർ സുഖം അനുഭവിക്കുന്നത് ആധ്യാത്മികമായ വിഷയ സംബന്ധങ്ങളുമായി സംസർഗത്തിൽ വരുമ്പോൾ മാത്രമാണ്. ഈ ബാഹ്യമായ സമ്പത്തുകളൊന്നും അവർക്ക് ഇത്രത്തോളം സുഖം നൽകുന്നതല്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ ഒരു സംസ്കാരം കുറഞ്ഞു വരുന്തോറും, അല്ലെങ്കിൽ അതിന് ബലക്ഷയം ഉണ്ടാകുമ്പോൾ, ഭൗതികമായ പല വിഷയങ്ങളും അവനെ സുഖിപ്പിക്കുന്നതിനായി അവൻ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ അവനെ സുഖിപ്പിക്കുന്നതായി അവൻ കണക്കാക്കുന്ന വിഷയങ്ങൾക്ക് പിന്നാലെ അവൻ പോവുകയും അതിൽ നിന്ന് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന്, പ്രത്യേകിച്ചും ഐശ്വര്യം, മതവും ആഭിജാത്യം ആദിയായിട്ടുള്ള അന്ധകാരവും ബാധിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അവന് ഈ ലോകത്തെ അല്പം പോലും വില കൽപ്പിക്കാതെ, ബഹുമാനിയാതെ അവൻ അവൻ്റെ യഥേഷ്ടം അവൻ്റെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അവരെ അന്ധരായി തീരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അന്ധരായി തീർന്നു കഴിയുമ്പോൾ, സമ്പത്ത് കുമിഞ്ഞുകൂടി അതിൻ്റെ മതം കൊണ്ട് അന്ധരായി തീരുന്നവർ ധർമ്മത്തിൻ്റെ 4 കാലുകൾ എന്നറിയപ്പെടുന്ന സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം, പ്രാണിഹിംസ തുടങ്ങിയ അധർമ്മത്തിൻ്റെ ഈ 4 പാദങ്ങൾ അവരിൽ പെരുകി വരുന്നത് നമുക്ക് കാണാം. അതായത് ധർമ്മം നശിച്ചുകൊണ്ട് അവർ മദ്യപാനവും ചൂതുകളിയും സ്ത്രീ വിഷയവും അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുക. ഈ പ്രാണിഹിംസ എന്ന് പറയുമ്പോൾ അത് കൊല്ലുക മാത്രമല്ല, ഒരു നോക്കുകൊണ്ടും വാക്കുകൊണ്ടു പോലും മറ്റുള്ളവരെ നമുക്ക് മുറിവേൽപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ തങ്ങളുടെ മതം കൊണ്ട് ഏതു വിധത്തിലും അവർ ഇതുപോലെയുള്ള അധർമ്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നാരദ മഹർഷി, നമുക്കറിയാം, അടുത്ത ഒരു 15 ശ്ലോകങ്ങളെ കൊണ്ട് നാരദ മഹർഷി പറയേണ്ടത് മുഴുവൻ ആദ്യം അവരോട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശാപം എന്ന ഒരു മഹത് കർമ്മത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിഭ്രംശം സംഭവിച്ചിരിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ നിരത്തി. തന്നെയുമല്ല, കാരണങ്ങൾ ആഭിജാത്യം അല്ലെങ്കിൽ ശ്രീമതം മാത്രമല്ല, ആ ഒരു അന്ധകാരം ബാധിച്ചത് കൊണ്ട് നിങ്ങൾ അധർമ്മത്തിൻ്റെ പാതയിൽ എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുകൂടി ഒന്ന് ആദ്യത്തെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീനാരദ ഉവാച ന ഹ്യന്യോജൂഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണഃ ശ്രീമദാദാഭിജാത്യാദിര്യത്ര സ്ത്രീദ്യൂതമാസവഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ന ഹ്യന്യോ, ഹ്യ എന്നുള്ളിടത്ത് അകാരം കൊടുത്ത് വായിക്കുക. അന്യഹ ആണ്. പിന്നെ രജോ ഗുണ, അവിടെ വിസർഗമുണ്ട്. പിന്നെ അടുത്തത് ശ്രീമദാദാഭിജാത്യാദിര്യത്ര, അവിടെ ശ്രീമദാത്ത് ആഭിജാത്യാദിയാണ്. അതുകൊണ്ട് ശ്രീമദാദാഭിജാത്യാദി, ദായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ആഭിജാത്യാദിര്യത്ര, ര്യാണ്. ആഭിജാത്യാദിഹി യത്ര ആണ്, പക്ഷെ അവിടെ പദം പിരിക്കണ്ട, ര്യ, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ദ്യൂതമാസവ, ദ്യൂതം ആസവഹ ആണ്, വിസർഗമുണ്ട്, അകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഹന്യന്തേ പശവോ യത്ര നിർദയൈരജിതാത്മഭിഃ മന്യമാനൈരിമം ദേഹമജരാമൃത്യുനശ്വരം. ഹന്യന്തേ പശവോ യത്ര, ഹന്യന്തേ എന്ന് പറഞ്ഞാൽ ഹനിക്കപ്പെടുന്നു. പശവോ,
പശവഹ എന്ന് പറഞ്ഞാൽ പശുക്കൾ അഥവാ പ്രാണികൾ, മറ്റ് ജീവികൾ ഹനിക്കപ്പെടുന്നു. യത്ര നിർദ്ദയൈരജിതാത്മഭി, യത്ര യാതൊന്നിൽ, നിർദ്ദയൈരജിതാത്മഭി, നിർദ്ദയൈഹി അജിതാത്മഭിഹി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിർദ്ദയൈരജിതാത്മഭി. നിർദ്ദയൈ എന്ന് പറഞ്ഞാൽ ഒട്ടും ദയയില്ലാത്തവരായിട്ടുള്ള, നിർദ്ദയരായിട്ടുള്ള, കഴിഞ്ഞില്ല, അജിതാത്മഭി, തന്നെ ജയിച്ചിട്ടില്ലാത്തവരാ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയിട്ടില്ലാത്തവരാ. ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നവരാണ് തൻ്റെ ദേഹസുഖത്തെ തേടി ഈ ലോകത്തെ മുഴുവൻ ആ സുഖത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖത്തെ നൽകുന്നതിന് ഉള്ള വിഷയങ്ങളാണ് ഈ ലോകത്തിലുള്ളവയൊക്കെ എന്ന് ചിന്തിക്കുന്നത്. അത് മറ്റുള്ളവരൊക്കെ, മറ്റുള്ള പ്രാണികളെയൊക്കെ ഹനിച്ചുകൊണ്ടാണെങ്കിലും അത് തങ്ങളുടെ സുഖത്തിനായി ഈ ലോകത്തെ ഉപയോഗിക്കുന്നവര് നിർദ്ദയരാണ്. നിർദ്ദയന്മാരാണ്, ദയയില്ലാത്തവരാണ്. തന്നെയല്ല, മന്യമാനൈരിമം, മന്യമാനൈഹി ഇമം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മന്യമാനൈരിമം. ഇമം എന്ന് പറഞ്ഞാൽ ഈ, മന്യമാനൈ എന്ന് പറഞ്ഞാൽ അഭിമാന അങ്ങനെ കരുതുന്നവർ, അങ്ങനെ വിചാരിക്കുന്നവർ, ഈ ദേഹത്തിൽ അഭിമാനം വെച്ചു പുലർത്തിക്കൊണ്ട് ഇതൊക്കെ ഈ തൻ്റെ ചുറ്റിനുമുള്ളതൊക്കെ തനിക്ക് ഉപയോഗിക്കുവാനുള്ളതാണ്, തൻ്റെ സുഖത്തിനായിക്കൊണ്ടുള്ളവയാണെന്ന് കരുതുന്നവരൊക്കെയും നിർദ്ദയരാണ്. അവര് തൻ്റെ തന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടില്ലാത്തവരാണ്. ദേഹം അജരാമൃത്യു നശ്വരം, ദേഹം അജരാമൃത്യു നശ്വരം. അപ്പോൾ ദേഹം അജരാമൃത്യു, ദേഹം ഈ ശരീരം, അജരാമൃത്യു ജരബാധിക്കാത്തതും, അജര അമൃത്യു മൃത്യുവില്ലാത്തതുമാണെന്ന് കരുതുന്നു. അത് പറയാൻ കാരണം ഈ ദേഹം നശിക്കുന്നതാണെന്നുള്ള ബോധമുണ്ടായാൽ ഈ ദേഹം എടുത്തുകൊണ്ടുള്ള ഈ ജീവന്റെ ഈ യാത്ര, ഈ ജന്മം, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നശിക്കുന്ന നശ്വരമായിട്ടുള്ള ഈ ദേഹത്തിൻ്റെ സുഖങ്ങൾക്ക് പിന്നാലെ പായുകയില്ല. ദേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖമാണ് ഈ ജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് അബദ്ധധാരണ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ദേഹം നശിക്കുന്നതാണെന്നും നശിക്കുന്ന ഈ ദേഹത്തിലിരിക്കുമ്പോഴും ഇതിൻ്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരുവന് നശിക്കുന്ന ദേഹത്തിലിരിക്കുമ്പോഴും നശിക്കാത്തതായിട്ടുള്ള ഈശ്വര വിചാരത്തിലൂടെ അനശ്വരമായിട്ടുള്ള ആ ഈശ്വരപാദങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ദേഹം നശിക്കുന്നതാണെന്ന് തിരിച്ചറിയാതെ അതിൻ്റെ സുഖത്തിൽപ്പെട്ട് കഴിയുന്നവർ, അതിൻ്റെ സുഖത്തിനായി പരക്കം പായുന്നവർ, ദേഹത്തിൻ്റെ സുഖത്തിനു വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കുന്നവർ ഈ സംസാര സാഗരത്തിൽ അങ്ങനെ ഇന്നും മുങ്ങിപ്പൊങ്ങി ഈ അജ്ഞതയിൽപ്പെട്ട് ഈ അന്ധകാരം ബാധിച്ചവരായിട്ട്, നിർദ്ദയരായിട്ട് ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടേണ്ടി വരുന്നു ജന്മജന്മാന്തരങ്ങളിലായിട്ട്. ഒരു തോണിയിൽ മറുകര കടക്കേണ്ടവരാണ് നമ്മളൊക്കെ. ഈ തോണി എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് താണുപോകുമെന്നറിയണം. നവദ്വാരങ്ങളുള്ള ഒരു തോണിയിലാണ് ഈ ജീവന്റെ പ്രയാണം എന്നറിയുക. ആ തോണി എപ്പോഴെങ്കിലും അത് മുങ്ങിപ്പോകും. ആ മുങ്ങിപ്പോകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ തോണിയിൽ ഇരിക്കുമ്പോൾ തന്നെ മുങ്ങിപ്പോകാത്തതായിട്ടുള്ള ഈശ്വര വിചാരത്തെ മുറുക്ക പിടിക്കുവാൻ കഴിഞ്ഞാൽ
ഈ ദേഹം മുങ്ങിപ്പോയാലും ഈ തോണി മുങ്ങിപ്പോയാലും അതുവരെ ആർജിച്ച ആ ഈശ്വര വിശ്വാസം എന്ന സമ്പത്ത് മറുകര എത്തിക്കുന്നതിനായി നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു സമ്പാദ്യമാണ്. ആ സമ്പാദ്യം കൊണ്ട് ഈശ്വരൻ ഭഗവാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആ സമയത്ത് മുങ്ങിപ്പോകുന്ന സമയത്ത്, ഈ തോണി മുങ്ങുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുവാനായി, മറുകര എത്തിക്കുന്നതിനായി ഭഗവാൻ എത്തും. അതില്ലാത്തവര് ഈ സംസാര സാഗരത്തിന്റെ നടുവിലെത്തുമ്പോൾ ചിലപ്പോൾ അത് മുങ്ങിപ്പോകും. അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുക. കാരണം ആ ദേഹത്തിൽ ഇരുന്ന സമയത്ത് ആർജിച്ചിട്ടില്ല ആ ഒരു സംസ്കാരം. ഈശ്വരനെ സ്മരിക്കുക എന്നുള്ളത്, ഭഗവത് നാമം ഉരുവിടുക എന്നുള്ളത്, അനശ്വരമായ ഒന്നിനെ ആശ്രയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവിടെ കിടന്ന് അങ്ങനെ മുങ്ങിപ്പൊങ്ങി വീണ്ടും മറ്റൊരു നവദ്വാരങ്ങളുള്ള തോണിയിൽ കാലപുരുഷൻ നിശ്ചയിക്കുമ്പോൾ വീണ്ടും കയറും. വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഓരോ ജന്മത്തിലും നമ്മൾ ആർജിക്കുന്ന ഈശ്വര വിശ്വാസം അത് പാഴായി പോവുകയില്ല. ഭഗവാനിലുള്ള ഭക്തി നമ്മുടെ എത്ര ജന്മമെടുത്താലും അത് ഈ ജന്മത്തിൻ്റെ തുടർച്ചയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും ഒരു പടിയും കൂടി ഉയരാൻ നമ്മുടെ ആത്മീയമായ സംസ്കാരം ഈ ജന്മത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്നിടത്ത് നിന്നാവും അടുത്ത ജന്മത്തിൻ്റെ തുടക്കം. അവിടെ നിന്നും അത് വീണ്ടും വർദ്ധിപ്പിച്ചു തരുന്നതിനുള്ള സാഹചര്യങ്ങളിലേക്ക് ഈശ്വരൻ നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ മറുകര കടക്കുക എളുപ്പമായി. ആ ഭക്തി ഒന്നേ വേണ്ടൂ. എത്ര തോണിയിലിരുന്ന, എത്ര മുങ്ങിപ്പോകുന്ന തോണിയിൽ എത്ര വട്ടം സഞ്ചരിക്കേണ്ടി വന്നാലും ഭയപ്പെടില്ല. ഒരു പക്ഷി അത് താൻ ഇരിക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരത്തിലല്ല ആത്മവിശ്വാസം അതിനുള്ളത്, തൻ്റെ ചിറകുകളിലാണ്. ഈശ്വര വിചാരമുള്ള ഭഗവത് ഭക്തർക്ക് തൻ്റെ ദേഹത്തിലല്ല വിശ്വാസമുള്ളത്, ആ ഈശ്വരനിലാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ തന്നെ വഹിക്കുന്ന അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന ഈ നവദ്വാരങ്ങളുള്ള തോണി മുങ്ങിപ്പോയാലും ഭഗവത് ഭക്തന്മാർ ഭയക്കില്ല, സങ്കടപ്പെടില്ല. കാരണം തങ്ങൾ ചരിക്കുന്നത് ആ ഈശ്വരൻ്റെ കൈകളിലാണെന്ന് നല്ല ബോധ്യമുണ്ടവർക്ക്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹന്യന്തേ പശവോ യത്ര നിർദ്ദയൈരജിതാത്മഭി മന്യമാനൈരിമം ദേഹമജരാമൃത്യുനശ്വരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്: നിർദ്ദയൈരജിതാത്മഭി, രായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അജിതാത്മഭിയാണ്, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ മന്യമാനൈരിമം, രായ്ക്ക് ഇകാരം കൊടുക്കുക. ദേഹമജരാമൃത്യു, ദേഹം അജരാമൃത്യു ആണ്, അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.